ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഉത്രാടം ദിനമായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പോവുകയെന്നേ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേച്ചി പേരലത്ത് പുതിയ വീട് വെച്ച് താമസമാക്കിയിട്ട് 1.5 മാസമായി. നമ്മൾ ലാസ്റ്റ് അങ്ങോട്ട് പോയത് അവരുടെ ഹൗസ് വാമിങ്ങിനാണ്. അതിനുശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അതിനൊരു കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും സുഖമില്ലാണ്ടായതുകൊണ്ടാണ് പോവാത്തത്. ഇപ്പം നാളെ ഓണായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഓണം കൂടിയാണല്ലോ. പക്ഷെ നമ്മളെ നാട്ടിൽ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ നാളെ പോകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിരിക്കുന്നേ. അപ്പോൾ പോയതിന് ശേഷമുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബായ്. വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷെ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിനി. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ സമയം 7 മണി കഴിഞ്ഞിനി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 7:30ആയി. അതും പോരാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നല്ല മഴ പെയ്തിട്ടുണ്ടായിനി. പിന്നെ നടക്കാവിലെത്തിയ സമയത്താണെങ്കിൽ ഗേറ്റും കിട്ടിയിട്ടുണ്ടായിനി. ഒരു വണ്ടിയല്ല 3 വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഗേറ്റ് അടിച്ചിട്ടുണ്ടായത്. പിന്നെ റിഹോനിങ്ങനെ വണ്ടിയെല്ലാം കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഓനെക്കൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട. അപ്പോൾ കുറേ സമയം അവിടെ തന്നെ പോയിട്ടുണ്ടായിനി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് നമ്മൾ അടുത്തില്ലേ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിനി. കുഞ്ഞളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ചോക്ലേറ്റും കാര്യമെല്ലാം എന്നിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. റിഹാനും ആദ്യം ചോക്ലേറ്റ് ഒന്നും കഴിക്കലുണ്ടായിട്ടില്ല കേട്ടോ. കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് അവന് ചോക്ലേറ്റ് ഒന്നും വേണ്ടായിരുന്നു. ദർശെല്ലാം ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് ഇവനോട് വേണമെന്ന് ചോദിക്കുമ്പം ഇവൻ വേണ്ടാന്നാണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. അന്നേരം ഇവൻ അറിയില്ല ഇതെന്നാ സാധനമെന്ന്. പക്ഷെ ഇപ്പം ഏകദേശം 2.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പാന്ന് അവൻ ആ സാധനം എന്നാണെന്ന് കറക്റ്റ് മനസ്സിലായത്. ഇപ്പോൾ ഒരേ ചോക്ലേറ്റ് തന്നെ കഴിക്കൽ. അങ്ങനെ അടുത്ത തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന എന്നിട്ട് എൻ്റെ ചേച്ചി നമ്മൾ അന്ന് ഹൗസ് വാമിങ്ങിന് ശേഷം ഇപ്പാന്നൊന്ന് ശരിക്കും കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവരൊന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. ആ സമയത്തൊന്ന് ഓടിപ്പോയിട്ട് കണ്ടിട്ടുണ്ടായിനി. അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഓണത്തിന് വരാൻ വേണ്ടിയിട്ടാണ് അവർ വിളിച്ചിട്ടുണ്ടായത്. പക്ഷെ ഓണത്തിന് നമ്മുടെ നാട്ടിൽ നല്ലോണം പരിപാടിയെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം അതൊന്നും മിസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ ഓണാഘോഷിക്കുന്ന സമയത്ത് റിഹുവിന് അന്നേരം 10 മാസമായിട്ടേ ആയിട്ടുണ്ടായിട്ടു. അതിന് ശേഷം നമ്മൾ ഒന്നിച്ച് ഓണവും വിഷു ഒന്നും ആഘോഷിച്ചിട്ടില്ല. അതിനിടയ്ക്ക് എൻ്റെ അച്ചാച്ചനും അമ്മമ്മയെല്ലാം മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓണവും വിഷു ഒന്നും ഉണ്ടായിട്ട. അതിനുശേഷം പിന്നെ നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് ഇന്നാണ്. ഇങ്ങനെ ഓണവും ആഘോഷമെല്ലാം വരുമ്പോൾ അല്ലേ ഫാമിലീൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഓണത്തിന് വരാൻ വേണ്ടി പറ്റില്ല, ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി വരാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ ഈ റിഹാനുവിൻ്റെ കയ്യിലുള്ള വാച്ചാണ് കേട്ടോ ദർശി നോക്കുന്നത്. റിഹാനു പയ്യന്നൂർ പോയ സമയത്ത് അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ വന്ന ഉടനെ തന്നെ പിള്ളേരെല്ലാം കളിയായിട്ടാ. ആ സമയം ഞാൻ അവരുടെ വീട്ടിൻ്റെ കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിനി. നമുക്ക് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട. അന്ന് ഫുള്ള് തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യവും ഒന്നുമില്ല. പിന്നെ വന്നാടും പിള്ളേർ കളി തുടങ്ങി. റിഹാനുവിന് അവിടെ നിന്ന് നെച്ചിക്കുട്ടൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിമോട്ടും കൊണ്ടാണ് ഓൻ നടക്കുന്നത്. ഓനത് കിട്ടിയപ്പോൾ തന്നെ ഹാപ്പിയായി. ദർശി അവൻ്റെ വയ്യ നടക്കുന്നുണ്ട്. പിന്നെ നെച്ചിക്കുട്ടൻ്റെ സന്തോഷം എന്ന് പറയുന്നത് റിഹാനുവിനെ കണ്ടിട്ടാണ്. നെച്ചുവിനെ ആണെങ്കിൽ റിഹാനു ഇടയ്ക്കിടയ്ക്കേ വിളിച്ചുകൊണ്ടിരിക്കും നെച്ചു നെച്ചു എന്ന്. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഏച്ചിക്കും ഏട്ടനും അവരൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിനെ. ആടെ ഫുഡാക്കിയതിന് ശേഷം ഇവരെ വിളിച്ചിട്ടുണ്ടായിനി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്ന് വെച്ചിട്ട് ഇവർ നേരത്തെ വിളിച്ചിട്ടുണ്ടായിനി. അപ്പം നമുക്ക് ഗേറ്റും എല്ലാം കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി എത്താൻ. പിന്നെ നമ്മൾ വന്നുകൊണ്ട് തന്നെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിൽക്കുകയെന്ന്. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് കുറേ സമയം വർത്താനം പറഞ്ഞു കേട്ടാ. പിള്ളേരവിടെ കളിയോട് കളിയാണ്. അവർ ഓരോ വണ്ടി എടുത്തിട്ട് കളിക്കുന്നുണ്ട്. ദർശീനെ കണ്ടാൽ പിന്നെ റിഹാനുവിന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഏച്ചിയേട്ടനെല്ലാം കൂടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിനെ. 11:30ക്കാണ് അവർ വന്നത്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് പൂവെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 12:30 ആയിനി. പിന്നെ നമ്മൾ തിരിച്ച് തടിയങ്കോലിലേക്ക് വന്നിട്ടില്ല കേട്ടാ. അവിടെ തന്നെ നിൽക്കുക ചെയ്തത്. ദർശിയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിനി. ഓന് റിഹാനുവിൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റിഹാനു അതേപോലെ തന്നെയാണ്. ദർശീൻ്റെ കൂടെ കളിച്ചിട്ട് അവസാനം ഉറങ്ങുന്നത് 12:30ക്കാണ്. ഇവർക്ക് ഉറങ്ങേണ്ട വിചാരേ ഉണ്ടായിട്ട. പിന്നെ ഇവരെല്ലാം രാവിലെ എണീച്ചിട്ടുണ്ടായിനി കേട്ടാ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിറച്ച് മഴയായ പിന്നെ വെള്ളമാണ്. അതുകൊണ്ട് അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രാവിലെ അമ്മ കൂട്ടിയിട്ട് പോകുന്നതാണേ. റിഹാന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഓനുണ്ട്. അങ്ങനെ തോടെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇന്നലെ ഇവർ പൂവ് വാങ്ങാൻ പോയ സമയത്ത് നമുക്ക് വീട്ടിലിടാനുള്ള പൂവും കൂടി ഇവർ വാങ്ങിയിട്ടുണ്ടായിനി. നമ്മൾ പോയിട്ട് അത് വീട്ടിൽ കൊടുത്തിട്ട് വേണം ആടെ പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ബൈ.